Respected Gardama planters, ഞാൻ ലാസ്റ്റ് മന്ത് 1000 kg പെർ ഏക്കറിലിരുന്ന് ഡ്രൈ ഏലക്ക എടുക്കുന്ന മെത്തേഡ് ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതോடைய കണ്ടിന്യൂറ്റി ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ഞാൻ ബേസിക് പറയാം. ഒരു ചെടിക്ക് 30 ചിമ്പ്, 90 ശരം, 200 കണ്ണി, ഒരു കൊത്തുക്ക് 12 കാ ഉണ്ടെങ്കിൽ എടുത്താൽ നമുക്ക് ഒരു 20 kg പച്ച ഒരു പെർ പ്ലാന്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും മിനിമം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 3 to 4 കിലോ ഡ്രൈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് 1000 kg മിനിമം നമുക്ക് അച്ചീവ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ ഒരു 1400 കിലോ 1500 കിലോ എടുക്കുന്ന മെത്തേഡും കൂടെ ഇപ്പോൾ ട്രയൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചിലപ്പം കാലാവസ്ഥ സെറ്റ് ആകുമ്പോൾ നമുക്ക് 1200, 300, 400 കൂടെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ മെയിൻ വിഷയം നമുക്ക് റൂട്ട്, നമ്മുടെ ബോഡിയിൽ നമുക്ക് ഹാർട്ട് മെയിൻ വിഷയമല്ലേ, അതുപോലെ ഈ റൂട്ട്സ് മെയിൻ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ റൂട്ട് നമുക്ക് കൂടുതൽ ഉണ്ടാകണം. എനി ടൈം എല്ലാ മാസവും നോക്കുമ്പോൾ നമുക്ക് റൂട്ട് കൂടുതൽ മണ്ണിൽ കാണണം. അപ്പോൾ ഈ റൂട്ട് കൂടുതൽ അടിക്കുന്ന മെത്തേഡ് നമുക്ക് ചെയ്യണം. അപ്പോൾ മണ്ണിൽ വേർക്ക് പ്രശ്നം കൊടുക്കുന്ന വിഷയം ഈ ഫംഗസ്, ഈ വേരളുകൾ, അതോടെ നെമറ്റോഡ് വേരുകൾ, മീലി ബഗ്, അതോടെ ഈ കൂടുതൽ ഫൈബ്രസ് റൂട്ട്സ് അടിക്കുന്ന ഒരു മാറ്റർ നമുക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെനറ്റോഡ് ആൻഡ് റഫേൽ. ഈ മെനറ്റോഡ് 100 ml, റഫേൽ 100 gram ചേർത്ത് നമുക്ക് ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഈ നെമറ്റോഡ്, മീലിബഗ്, വേർപുള് മൊത്തം കൺട്രോൾ. അതോട് ഈ അൾജനിക് ആസിഡ് മിക്സാണ് ഈ വാം, ഈ റഫൽ എന്ന് പറയുന്ന സാധനം കൊടുക്കുമ്പോൾ സോയിൽ ലൂസ് ആകുന്നുണ്ട്, ഫൈബ്രസ് റൂട്ട്സ് കൂടുതലാകുന്നുണ്ട്, മണ്ണിൽ നമുക്ക് പിത്തിയം ഉണ്ടാക്കുന്ന ഈ വേരളുകൾ ഉണ്ടാക്കുന്ന മൊത്തം ഫംഗസും കൺട്രോൾ ആകുന്നുണ്ട്. സോ ഈ മെനറ്റോഡ് ലാസ്റ്റ് മന്ത് ഇതുവരെ എന്നെ ഒരു 8000 പീപ്പിൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മെനറ്റോഡ് ചെയ്യാത്ത ആൾക്കാർ ഈ മാസം ഇമ്മീഡിയറ്റ് ചെയ്യണം. ഒന്ന്. സെക്കൻഡ്, ഈ മെനറ്റോഡ് ചെയ്ത ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഫെർട്ടിലൈസർ സോയിൽ അപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. സോയിൽ അപ്ലിക്കേഷന് നമുക്ക് സ്ട്രൈറ്റ് ഫെർട്ടിലൈസർ വേണ്ട. ഈ DAP, പൊട്ടാസ് അങ്ങനെ സാധനം ഇനി ചെയ്യരുത്. ഇനി ചെയ്താ കുറച്ച് എടുത്തിട്ട് പകുതി മണ്ണിൽ കിടന്ന ഇത് സമ്മർ വരുമ്പോൾ നമുക്ക് വേർക്ക് പ്രശ്നം ഉണ്ടാക്കും. അതോട് ഇങ്ങനെ പ്രശ്നം വേരിൻ്റെ ഹീറ്റ് ആകുമ്പോൾ, മണ്ണ് ഹീറ്റ് ആകുമ്പോൾ, ഈ ഫെർട്ടിലൈസർ ഉള്ള സമയത്ത് ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രൗട്ട് റെസിസ്റ്റൻ്റ്. ഇനി ചൂട് കാലത്തെ നമുക്ക് ചെടി നല്ല ഒരു ട്രൗട്ട് റെസിസ്റ്റൻ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ ഈ സ്റ്റേറ്റ് ഫെർട്ടിലൈസർ ഇടുമ്പോൾ നമുക്ക് ട്രൗട്ട് റെസിസ്റ്റൻ്റ് കിട്ടത്തില്ല. സോ നമുക്ക് ഇതുപോലെ വളം ഇട്ട് വാരി കൊടുക്കുന്ന വിഷയം നമുക്ക് വേണ്ട. മിസ്റ്റ് ഉള്ള ആൾക്കാർ കൂടെ നമുക്ക് ചെയ്യ വേണ്ട. അതിൻ്റെ പകരം ഈ DAP, ഈ വാട്ടർ സൊല്യൂബിൾ DAP, K41, M-Carb, കാർബൺ കൂടിയ ഈ M-Carb, അതോട് ഗ്രീൻ മിറാക്കിൾ, ഈ 4 സാധനം അര കിലോ. DAP അര, K41 അര, M-Carb 500 ആൻഡ് ഗ്രീൻ മിറാക്കിൾ 500 ml ചേർത്ത് ഒഴിക്കുമ്പോൾ ഭയങ്കര ചിമ്പാകും, സെറ്റിംഗ് ആകും. ഗ്രീൻ മിറാക്കിൾ പോകുമ്പോൾ മണ്ണിൻ്റെ ലൂസ് പക്ക ഗ്രീൻ, പുതിയ ഫൈബ്രസ് റൂട്ട്സ് ഉണ്ടാകും. ഈ M-Carb പവർ, കാർബൺ പൗഡർ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ കാർബൺ മണ്ണിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ വേര് മണ്ണിലുള്ള വളം മൊത്തം അപ്ടേക്ക് ചെയ്യുന്ന കപ്പാസിറ്റി ഈ ചെടിക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഫോളിയർ ചെയ്യണം. ഈ ഫോളിയർ ചെയ്യുമ്പോൾ ഇപ്പോൾ മഞ്ഞു കിട്ടാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞു വരുന്ന സമയം നമുക്ക് ഈ ജിങ്ക് ഡിഫിഷ്യൻസി എല്ലാം ഉണ്ടാകും.
അപ്പോൾ ജിങ്കും ബോറാണും ചേർത്ത് 555 അങ്ങനെ ഒരു സാധനം ഉണ്ട് നോയുടെ. ഫോളിയർ നമുക്ക് ചെയ്യണം. ഫോളിയർ സ്പ്രേ ആകുമ്പോൾ 5 നൈട്രജൻ കുറച്ച് 5 55 17 ഫാസ്ഫറസ് 55 പൊട്ടാസ് 17 ഉള്ള ഒരു 555 സാധനമുണ്ട്. ഇതുകൂടെ ഡയമണ്ട് എന്ന് പറയുന്നത് പക്ക ഒരു പൊട്ടാസ് കണ്ടന്റ്. അപ്പോൾ അതോടെ ജിങ്ക് ബോറാൻ പിന്നെ സൂപ്പർ 789 നേരത്തെ നമുക്ക് ഒരു പ്രാവശ്യം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് റിട്ടേൺ പോണ ഫീൽഡ് ഭയങ്കര റിസൾട്ട്. റിട്ടേൺ തിരിച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അടിപൊളി റിസൾട്ട് ഉണ്ട്. അതോട് ഫുൾഫിൽ ടോണിക് ഇത് ഫോർക്ലോറോഫിറോൺ നമുക്കൊരു ഹാർമോൺ. ഇത് ചേരുമ്പോൾ നമുക്ക് കായ് സൈസ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും കായുടെ സൈസ് കുറയുന്നുണ്ട്. കാ ബോൾഡില്ല. എന്നാൽ എല്ലാവർക്കും മൂത്ത ചരം മാത്രം ഉണ്ടാവും. ഒരു പ്രായം കുറവുള്ള പുതുച്ചരം നമുക്ക് കുറവ്. അപ്പോൾ പഴയ ഓൾഡ് ചരത്തിൽ നമുക്ക് കാ ബോൾഡ് ആക്കണമെങ്കിൽ ഈ ഫുൾഫിൽ കൂട്ടി നമുക്ക് ഈ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ഒരു സെറ്റിങ്സ് പക്ക ഡോപ്പിംഗ് ഇല്ലാത്ത സെറ്റിങ്സ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് സാഡ് എറുമ്പടി. ഈ എറുമ്പടിക്കുന്ന മെത്തേഡ് കൂടുതൽ വെള്ളം ഉള്ള ആൾക്കാരുടെ കംപ്ലീറ്റ്ലി 80-90% അടിക്കുക, കുഴപ്പമില്ല. ബട്ട് വെള്ളം കുറവുള്ള ആൾക്കാർ അടിത്തളപ്പ് മാത്രം അടിച്ചാൽ മതി. ആവശ്യം ഇത് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ മെയിൻ പ്രോബ്ലം ചെടിയിലുള്ള ഫിസേരിയം അരുമ്പ് കരിച്ചൽ. ഇത് കൂടുതൽ കൂടുതൽ എറുമ്പുള്ള ഇടത്തിൽ ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. ഇന്നും കൂടെ പല ആൾക്കാർക്ക് തട്ടം വരിച്ചലുണ്ട്, കുത്തളുകളുണ്ട്. എറുമ്പടിക്കണം. എറുമ്പടിച്ചിട്ട് കാറ്റോട്ടം ആക്കുമ്പോൾ ഈ ഏരേഷൻ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല കൂടുതൽ ഫ്ലവറിങ്ങും സെറ്റിങ്സ് പക്കാവാകും, സിമ്പ് കൂടുതലാകും. സോ എറുമ്പടി വന്നിട്ട് നമുക്ക് ചെയ്യുന്നത് പക്ക ഒരു ബയോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് പ്ലാന്റ്സിനെ നമുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് മണ്ണുപണി. ഈ മണ്ണുപണി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും കംപ്ലീറ്റ്ലി സപ്പ് മൂടി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം കുറവുള്ള ആൾക്കാർ ചൂട് മാത്രം ക്ലീൻ ചെയ്തിട്ട് അളുകൾ കിളങ്ക് 1-2 ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്തിട്ട് ചൂട് മാത്രം വേര് മൂടി മണ്ണ് വിരിക്കുക. വെള്ളം കൂടുതലുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഇടയ്ക്ക് കൂടെ ചപ്പ് മൂടി നമുക്ക് പോവുകയാണെങ്കിലും കൂടെ കുഴപ്പമില്ല. വെള്ളം ഇല്ലാത്ത ആൾക്കാർ ഈ ചപ്പ് എടുത്ത് ചെടിയെ ചുറ്റി പുതയിട്ട് കൊണ്ടുപോകണം. സമ്മർ തുടങ്ങുമ്പോൾ ഈ പുതയിടുന്ന പണി നമുക്ക് ഡിസംബർ എൻഡ് തൊട്ട് ചെയ്താൽ മതി. ഇപ്പം തൊട്ട് മണ്ണുപണി ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെ നമുക്ക് തുടങ്ങാൻ റെഡിയായിരിക്കണം. ഓക്കെ, ഈ മണ്ണുപണി ചെയ്യുന്ന മുമ്പ് മെയിൻ വിഷയം ഓം കെ എന്ന് പറഞ്ഞ ഒരു എൻറീച്ച്ഡ് ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ഓർഗാനിക് മെന്യൂർ. ഈ ഓർഗാനിക് മെന്യൂർ 1/2 കിലോ വെച്ച് ചെടിക്ക് വാരി ഇട്ടിട്ട് മണ്ണ് പണി ചെയ്യണം. ചെയ്താൽ സമ്മർ മൊത്തം ട്രൗട്ട് റെസിസ്റ്റൻ്റ്, അധിക വേര്, NPK, കാൽസ്യം, മഗ്നീഷ്യം, സൾഫറോടെ മൈക്രോന്യൂട്രിയൻസ് ചേർന്ന സാധനം താ ഈ ഓർഗാനിക് മെന്യൂറിൽ ഉണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമ്മർ മൊത്തം ഈ ഫെർട്ടിലൈസർ ഡെഫിഷ്യൻസി നമ്മുടെ ചെടിക്ക് വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഈ മാസം തൊട്ട് നമുക്ക് കൂടുതൽ മഞ്ഞു, ചൂട്, മല അങ്ങനെ മാറി മാറി കാലാവസ്ഥ മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ സമയം നമുക്ക് ബോറർ ഉണ്ടാകും. ഈ ചറപ്പുള് പിന്നെ ചൊരി, ത്രിപ്സ് കൂടുതൽ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇപ്പം പുതിയ ചരം അടിക്ക തുടങ്ങിയ ഒരു സ്റ്റൈലിൽ ചെടി നിൽക്കുന്നുണ്ട്. അപ്പോൾ പുതുചരം കൂടുതൽ ഉണ്ടാകും. നെക്സ്റ്റ് മന്തിൽ നോക്കുമ്പോൾ പക്ക ചരമാകും എല്ലാവർക്കും. അങ്ങനെ പുതുചരം ആകുമ്പോൾ ഈ പാനിക്കൽ ബോറർ, ഈ ചൊരി ഉണ്ടാകുക, ത്രിപ്സ് കൂടുതൽ അറ്റാക്ക് ആകാൻ ചാൻസസ് ഉണ്ട്. സോ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സൂപ്പർ മിത്തർ, പിനാക്കൽ കാമ്പൗണ്ട് ചേർന്ന് സൂപ്പർ മിത്തർ നമുക്ക് മരുന്ന് ഉപയോഗിക്കാം. സൂപ്പർ മിത്തർ ഉപയോഗിച്ച ആള് നമുക്ക് സ്നൈപ്പർ എന്നൊരു സാധനമുണ്ട്. അത് ചെയ്ത ബോറർ ത്രിപ്സ് അടിപൊളി കൺട്രോൾ ആകും. അത് നമുക്ക് ചെയ്യാം. ഈ 2 കെമിക്കൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്താൽ മതി. നമുക്ക് ഒരു മാസം ബോറർ ത്രിപ്സ് തൊന്തരവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതോട്
ഇത് കൂടെ ഈ മഞ്ഞ് കൂടുതൽ വരുന്ന സമയം നമുക്ക് ഡിസീസ് എന്താ മാതിരി ഡിസീസ് എന്ന് നമുക്ക് അരുമ്പ് കരിച്ചൽ, ഈ ഫിസേരിയം, സ്പോമ എന്ന് പറയുന്ന ഈ ഇളം തട്ട, ഈ ചരം അടിക്കുന്ന സ്റ്റേജിൽ 5 മാസം 6 മാസം പ്രായമുള്ള തട്ടയ്ക്ക് ഈ തട്ട വെടിപ്പ്, ഫിസേരിയം കൂടുതൽ ഇപ്പോൾ ഉണ്ട്. അത് കൺട്രോൾ, ഇനി അത് കൂടുതൽ ആകാൻ ചാൻസസും ഉണ്ട്. ഇനി അടുത്ത് മഞ്ഞ് വരുമ്പോൾ ഇത് കൂടുതലാകും, തട്ടമറിച്ചൽ കൂടുതലാകും. ഈ സമയത്തെ അസോമാൻ എന്നൊരു പ്രോഡക്റ്റ്, അസാക്സിസോബിൻ പ്ലസ് മാംഗോജം, ഈ കോമ്പിനേഷൻ 200 ഗ്രാം, സൂപ്പർ മിത്തർ 50 മില്ലി, പിനാക്കൽ 50 ഗ്രാം ചേർത്ത് ഒരു സ്പ്രെഡർ ചേർത്ത് അടിച്ചാൽ, നല്ല കുളിപ്പിച്ച് അടിക്കണം. അടിച്ച 30 ദിവസം ഡിസീസും ഈ പൂച്ചി ഈ ബോറർ തൊന്തരവില്ലാതെ നമുക്ക് മുന്നോട്ട് നമുക്ക് ഉറപ്പായിട്ട് പോകാം. സോ ഇതുപോലെ ഈ മണ്ണുപണി, ഈ ഓംകെ ഇടുന്നത്, അതുപോലെ ഈ ഫോളിയർ സ്പ്രേ, ഈ DAP ട്രെൻസിങ്, സൂപ്പർ മിത്തറോട് കൂടിയ അസോമൻ, അതുപോലെ കെമിക്കലും ഫോളിയറും ചെയ്തിട്ട് ഈ മാസം നല്ല കാസ് സെറ്റിങ്ങും സിമ്പും ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയ നിങ്ങൾ അടുത്ത മാസം ചെയ്യുന്ന പണി ഞാൻ CN കോമ്പിനേഷനിൽ നമുക്ക് ട്രെഞ്ചിങ് ചെയ്യണം. നെക്സ്റ്റ് മന്ത് ഡിസംബർ ജനുവരി ആ സമയം കാൽസ്യം നൈട്രേറ്റ്, മാഗ് എന്ന് പറഞ്ഞ പൊട്ടാസ് മഗ്നീഷ്യം സൾഫർ കൂടിയ സാധനം, അതോട് പിനാക്കലിന് ഒരു ലിക്വിഡ് ഉണ്ട്, പിനാക്കൽ. ഇത് മണ്ണ് ലൂസാകും, കൂടുതൽ വേരാകും, ട്രൗട്ട് റെസിസ്റ്റൻറ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ പിനാക്കൽ. അതോട് ഗാഡമം കോമ്പിന്ന് ഒരു പുതിയ ഞാൻ ട്രയൽ ചെയ്തിട്ടുണ്ട്, ഭയങ്കര റിസൾട്ട്. ഈ ഗാഡമം കോമ്പി, ഈ ഗാഡമത്തിക്ക് ആവശ്യമുള്ള ഈ ജിങ്ക് പോറാൻ കൂടിയ ഒരു മൈക്രോന്യൂട്രിയൻസ് ഈ ഗാഡമം കോമ്പി. ഈ നാളും കൂട്ടി നെക്സ്റ്റ് മന്ത് നമുക്ക് വിളിച്ചാൽ മതി. ഓക്കെ, ഇത് ഫോളോ അപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ, ഈ വർഷം പക്ക കായും നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ഇയർ 1000 kg മേൽ നമുക്ക് ഉണക്കച്ചറക്ക് എടുക്കുന്ന മെത്തേഡിൽ നിങ്ങൾ എല്ലാവരും റെഡിയാകണം. അങ്ങനെ നിങ്ങൾ എടുക്കണമെന്ന് ഓർത്ത് ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ഗാഡമം പ്ലാന്റേഴ്സ്. താങ്ക് യു.